പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു SD കാർഡ് പരിചയപ്പെടാം. അതേപോലെ ഈ SD കാർഡ് വാങ്ങുന്നതിന് മുന്നേ അതിൻ്റെ പുറത്ത് എഴുതിയിരിക്കുന്ന ഡീറ്റെയിൽസ് കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. സാംസങ്ങിൻ്റെ ഇവോ പ്ലസ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. കുഴപ്പമില്ലാത്ത ലോങ് ലാസ്റ്റിംഗ് ഉള്ള ഒരു നല്ല SD കാർഡാണ്. ഇതുപോലെ തന്നെ സാൻഡിസ്കിൻ്റെതുണ്ട്. സാൻഡിസ്കും മോശമല്ലാത്ത ഒരു SD കാർഡാണ്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് എഴുതിയിരിക്കുന്ന ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. മൈക്രോ SDXCI എന്ന് എഴുതിയിരിക്കുന്നത് മൈക്രോ സെക്യൂർ ഡിജിറ്റൽ എക്സ്റ്റൻഡഡ് കപ്പാസിറ്റി എന്നാണ്. ഈ I സൂചിപ്പിക്കുന്നത് UHS ഫസ്റ്റ് എന്നാണ്, റോമൻ ന്യൂമറൽ 1 എന്നാണ്. അപ്പോൾ ഇതിനകത്ത് 104 MB വരെ ഒരു സെക്കൻഡിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാം എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ ഇറങ്ങുന്ന SD കാർഡുകൾ 64 GB മുതൽ 2 TB വരെ ലഭിക്കും. ഇതിനകത്ത് നമുക്ക് 4K വീഡിയോ വരെ റെക്കോർഡ് ചെയ്യാൻ കഴിയും. ഈ 3 സൂചിപ്പിക്കുന്നത് ഒരു സെക്കൻഡിൽ 30 MB ഡാറ്റ റെക്കോർഡിംഗ് സ്പീഡ് എന്നാണ്. ഇതിലുള്ള A2 സൂചിപ്പിക്കുന്നത് ആപ്ലിക്കേഷൻ പെർഫോമൻസ് ആണ്. അത് റൺ ചെയ്യുന്നതിൻ്റെ പെർഫോമൻസ് ആണ് സൂചിപ്പിക്കുന്നത്. ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന V30 വീഡിയോ സ്പീഡ് ക്ലാസ് 30 എന്നാണ്. അതായത് ഒരു സെക്കൻഡിൽ 30 MB ഡാറ്റ റൈറ്റിംഗ് സ്പീഡ് ലഭിക്കും. ഇത് 4K വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു SD കാർഡാണ്. ഓക്കെ, അപ്പോൾ SD കാർഡിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. പക്ഷേ നമുക്ക് വാങ്ങാൻ പറ്റുന്ന നമ്മുടെ മൊബൈൽ ഫോണുകളിലും ഡിജിറ്റൽ ക്യാമറകളിലൊക്കെ വാങ്ങാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു SD കാർഡാണ് സാംസങ്ങിൻ്റെ ഇവോ പ്ലസ് എന്ന ഈ മോഡൽ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ സാൻഡിസ്കിനും ഇതുപോലുള്ള മോഡലുകളുണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിലും നോക്കി വാങ്ങാവുന്നതാണ്. ഓക്കെ, ഇത് വാങ്ങുമ്പോൾ നമുക്ക് ഒരു കാർഡ് ഹോൾഡർ കൂടി തരും. അതായത് നമ്മുടെ ലാപ്ടോപ്പിനൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ആ കാർഡ് ഹോൾഡർ ഉപയോഗിച്ചിട്ട് വേണം ലാപ്ടോപ്പിൽ ഉപയോഗിക്കാൻ. ഓക്കെ.